ഫ്രണ്ട്സ്, വേണു ഭട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫുഡ് റിലേറ്റഡ് ആയ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. കൂർക്ക തവ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. കൂർക്ക നമുക്ക് തൊലിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ ഒരു കസിന് ഞാൻ വിളിച്ചു ചോദിച്ചു ഇതെങ്ങനെയാണ് പെട്ടെന്ന് എടുക്കുന്നത്. അപ്പോൾ കസിൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൂർക്ക മൊത്തം ഒരു കുക്കറിലിട്ട് ഒരു വിസിൽ എടുത്ത് അത് അപ്പം അതിൻ്റെ വെച്ചാൽ തൊലി പെട്ടെന്ന് വരുമെന്നും അതുപോലെ തന്നെ സംഭവിച്ചു. ഇവിടെ പെട്ടെന്ന് തൊലി വന്നു, പെട്ടെന്ന് ക്ലീനായി കിട്ടി. മൊത്തം കൂർക്ക കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് RCMൻ്റെ ഹെൽത്ത് റൈസ് ബ്രെയിൻ ഓയിൽ ആണ്. ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രെയിൻ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഗുണം ഫാറ്റ് ഫ്രീ ആണ്, 0% കൊളസ്ട്രോൾ ആണ്. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു ചൂടായ തവയിലേക്ക് നമ്മൾ RCMൻ്റെ റൈസ് ബ്രെയിൻ ഓയിൽ ഇടുകയാണ്. ഓയിൽ ചൂടായപാട് നമ്മൾ ഒരു കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോൾ കഷ്ണങ്ങൾ ഇട്ടു. ഇതിട്ട് ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി നമ്മൾ കുറച്ച് നേരം വേവാൻ വെക്കുന്നു. അടച്ച് വേവാൻ വെക്കുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇത് വെന്ത് ഒന്ന് ഇളക്കി മറിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവരും അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചായിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ. ഞാൻ കുറച്ച് ഇട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒന്ന് അടച്ച് വെച്ച് നല്ല വേവിച്ച് രണ്ടാമത് നമ്മൾ ഒരു സെൻറ്ററിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ RCMൻ്റെ റൈസ് ബ്രെയിൻ ഓയിലിടും. പിന്നെ ഒന്ന് മസാല മൂപ്പിക്കാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ആ റൈസ് ബ്രെയിൻ ഓയിലിട്ടു. എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് RCMൻ്റെ മഞ്ഞൾപ്പൊടി ഒന്ന് ഇടുക. അതുപോലെ തന്നെ RCMൻ്റെ മുളക് പൊടിയും കുറച്ചിടുക. അതുപോലെ ഇവിടെ പറഞ്ഞ RCMൻ്റെ സബ്ജി മാജിക് മസാല കുറച്ചിടുക. ഇതാണ് RCMൻ്റെ മാജിക് സബ്ജി മസാല കുറച്ചിടുക. ഇതൊക്കെ ഇട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ശരിക്കും ആ മസാലയുടെ മൂപ്പൊന്ന് പോകാൻ ഒരു മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് തവി കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കൂർക്കയുടെ സബ്ജി മസാലയൊക്കെ ഇട്ടൊന്ന് ഇറക്കി വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇപ്പോൾ കാണാൻ എന്ത് ഭംഗിയാണല്ലേ, അതുപോലെ ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് അടിച്ച് വെക്കുക, ഒന്ന് ചെറുതായിട്ട് വേവാൻ. അങ്ങനെ ഏകദേശം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെൽ നമ്മൾ പറയുന്നില്ല, എന്താ വെച്ചാൽ ഒരു സ്മെൽ അതിഗംഭീരമാണ്. ഇപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞു കൂർക്ക. അതിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ കറിവേപ്പില ഇടുക. ഇത് വേണവർക്ക് മാത്രം മതി കേട്ടോ. ഞാൻ നിർബന്ധിക്കുന്നില്ല കറിവേപ്പില മേലെ ഗാർണിഷ് ചെയ്യണം. ഞാനിത് ഈ കൂർക്കയുടെ മസാല ഫ്രൈ കൂട്ടിയത് ചോറ് കൂടെ കഴിക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തിനും കൂടെ കഴിക്കാം. ഇത് പൊറോട്ട കൂടെ കഴിക്കാം, ചപ്പാത്തി കൂടെ കഴിക്കാം, ദോശ കൂടെ കഴിക്കാം, എന്തിനും കഴിക്കാം കേട്ടോ. ഞാൻ ഉച്ചക്കലത്തെ ചോറിന് വേണ്ടിയിട്ടാണ് ഇത് കൂട്ടിയത്. കഴിച്ചു നോക്കി, സംഭവം അടിപൊളിയാണ്. ഇതുപോലെ ഒരു ടേസ്റ്റ് നമ്മൾ ഏത് ഹോട്ടലിൽ പോയും കഴിച്ചാലും കിട്ടില്ല. അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇന്നത്തെ മെയിൻ താരം. ഇതേ സബ്ജി മാജിക് മസാല RCMൻ്റെ. ഇത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻ്റ് അയച്ച് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.